ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളിൽ അല്ലാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ആ പഠിപ്പിച്ച ഖുർആൻ ഷെൽഫിലുണ്ട്. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ടാണ് ഈ വരികളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. റബീഉൽ ആഖിർ വന്നാൽ ജീലാനി ദിനത്തിന്റെ ഭാഗമായി മാലകൾ മുഹയ്യിദ്ദീൻ മാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എവിടുന്ന് വിളിച്ചാലും മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽബ് കാണും. വായ പൂടുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകും. അള്ളാഹ്ക്കില്ലാത്ത പോരിശയാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അള്ളാഹിനെ ആരാധിക്കുള്ളൂ എന്ന് പറയാ, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ കുത്തുബിയത്തുകാരൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 തവണ സഹോദരങ്ങളെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മനസാന്നിധ്യത്തോടെ എന്താ വിളിക്കുന്നത്? യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു. ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖെ, ഞങ്ങൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ്. 1000 തവണ വിളിക്കാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഈ മജ്ലിസിൽ ഹാദിറായി ഞങ്ങളെ പ്രശ്നങ്ങൾ തീർത്ത് തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു മനുഷ്യൻ വേറെ ഒരു മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കുത്തുബിയത്ത് ചൊല്ലാത്ത ചില പ്രദേശങ്ങൾ കൊല്ലം ജില്ലയുടെ ചില പരിസരങ്ങളിൽ കാണാൻ സാധിക്കും. റിഫായി റാത്തീബ് നോട്ടീസ് കണ്ടിട്ടുണ്ടോ? കുത്ത റാത്തീബ് എന്നാ വിളിക്കുക. അത് വെറുതെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാര്യമില്ല. അത് കത്തിയെടുത്തിട്ട് അതിന്റേതായ സ്പെഷ്യലിസ്റ്റുകൾ വന്നിട്ട് കത്തിയെടുത്ത് യാ അഹ്മദ് അൽ കബീർ റിഫായി എന്നിങ്ങനെ വിളിച്ച് കത്തിയെടുത്ത് ശരീരം കീറിപ്പൊളിച്ചിട്ട് വേണം റിഫായി ഷെയ്ഖിനെ വിളിക്കാൻ. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചില്ല. സ്വന്തം ശരീരത്തിൽ ഒരു മുട്ടുസൂചി വെറുതെ വെക്കാൻ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. സ്വന്തം ശരീരം അകാരണമായി വേദനിപ്പിക്കാൻ ഇസ്ലാം സമ്മതിക്കില്ല. പിന്നെയാണോ ഈ കുത്തറാത്തീബ്? ഇതൊന്നും നബി പഠിപ്പിച്ചതല്ല. ഇതൊന്നും സ്വഹാബത്തിനറിയില്ല, മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കറിയില്ല, മുഹദ്ദിസീങ്ങളായ ഹദീസ് പണ്ഡിതന്മാർക്കറിയില്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാരെങ്കിലും പഠിക്കാതെ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്. ഇവിടെ എല്ലാം കെട്ടിച്ചമച്ച് എഴുതിയുണ്ടാക്കിയ ഹദ്ദാദും റാത്തീബും അറിവിൻ നിലാവും സ്വലാത്തുൽ ഫാത്തിഹും അടക്കമുള്ള ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിന് ഓരോന്ന് എഴുതിയുണ്ടാക്കുമ്പോ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഖുർആനാണ്. ഖുർആൻ നമ്മളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട സന്ദേശം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. പ്രാർത്ഥന ആരാധനയാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണേ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ പ്രാർത്ഥിക്കുന്ന ആരാധനയിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്യരായി നരകത്തിൽ പ്രവേശിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധനയാണ്, മുഖുൽ ഇബാദയാണ്, ആരാധനന്റെ മജ്ജയാണ്.